Hello everyone, all of you welcome to 90 plus SST here. Actually, this is my first video in this channel. Here we provide easy to follow lecture notes, assignment tips, project services and timely exam updates to make your distance learning experience smooth and successful. So guys, please do subscribe and hit the bell icon so you never miss an update from us. Okay? അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റ് വൈവ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം അപ്കമിങ് 25th ആൻഡ് 26th മാസ്റ്റർ ഓഫ് കൊമേഴ്സ് സ്റ്റുഡൻസിന്റെ വൈവ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ പ്രോജക്റ്റ് നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ ബേസിസിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ് പ്രൊജക്ട് വൈവ എക്സാം. സോ ഈ ഒരു പ്രൊജക്ട് വൈവ എക്സാമിനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ആ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, ഏതെല്ലാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തില് പ്രോജക്റ്റ് വൈവ എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷൻ ആണിത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയി കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് കം ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പല സ്റ്റുഡൻസും വളരെ ടെൻഷനോട് കൂടിയാണ് ഈ ഒരു വൈവ എക്സാം അറ്റൻഡ് ചെയ്തത്. സോ ആദ്യം നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് വേണം വൈവ എക്സാമിന് പോകാൻ. അതോടൊപ്പം ഇനി പറയാൻ പോകുന്ന A to Z കാര്യങ്ങൾ കൂടെ അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈവ എക്സാം 100% സക്സസ്ഫുൾ ആകും. അപ്പോൾ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോജക്റ്റ് ടോപ്പിക് ഏത് സബ്ജക്ട് ഏരിയയിൽ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ആണെന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ടോപ്പിക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അത് മാർക്കറ്റിംഗ് സബ്ജക്ട് ഏരിയയിൽ വരുന്ന ടോപ്പിക് ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഇനി സപ്പോസ് നിങ്ങൾ സെലക്ട് ചെയ്ത പ്രൊജക്ട് ടോപ്പിക് ഓൺലൈൻ ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബിഹേവിയറോ ആണെങ്കിൽ അത് ഫിനാൻസ് കാറ്റഗറിയിൽ വരുന്ന സബ്ജക്റ്റ് ആണെന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതായത് നിങ്ങൾ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ കൊമേഴ്സിൽ പ്രൊജക്ട് ചെയ്യാനായി വൈഡ് വെറൈറ്റീസ് ഓഫ് ടോപ്പിക്സ് അവൈലബിൾ ആണ്. പക്ഷേ ആ സെലക്ട് ചെയ്യുന്ന ഓരോ ടോപ്പിക്കും ഫിനാൻസ് റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കാറ്റഗറിയിൽ വരുന്നതാണോ എന്നുള്ളത് കൂടെ നിങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റിന്റെ ടൈറ്റിൽ ഒന്ന് നോക്കി വെക്കുക. ബിക്കോസ് പല സ്റ്റുഡൻസും പ്രോജക്റ്റ് വൈവയുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആയി ആൻസർ ചെയ്യും. പക്ഷേ ടൈറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. സോ ടൈറ്റിൽ നല്ലപോലെ റെഫർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റിന്റെ റിലവൻസ് എന്താണ്, അതുപോലെ അതിന്റെ സിഗ്നിഫിക്കൻസ്, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി, റിസർച്ച് ഗ്യാപ്പ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം, ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ റെഫർ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഒരു 2-3 സെന്റൻസിൽ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയണം. ചില കേസിൽ നമ്മുടെ പ്രോജക്റ്റ് സമ്മറൈസ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ടൈമിൽ പ്രോജക്റ്റിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ യൂസ് ചെയ്ത റിസർച്ച് ഡിസൈന്, മേജർ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 സെന്റൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം. ഓക്കെ, പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഏരിയ ആണ് റിസർച്ച് മെത്തഡോളജി പാർട്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ചെയ്യാൻ നേരം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളത്, അതായത് ഡിസ്ക്രിപ്റ്റീവ് ആണോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടി വരും. അതോടൊപ്പം ഈ സ്റ്റഡി ചെയ്യാനായിട്ട് നിങ്ങൾ പ്രൈമറി ഡാറ്റ ആണോ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ആണോ യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഏതെല്ലാം ഡാറ്റ കളക്ഷൻ ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ക്വസ്റ്റനയേഴ്സ്, ഇന്റർവ്യൂസ്, ഇത്തരത്തിൽ ഏത് ഡാറ്റ കളക്ഷൻ ടൂൾസ് ഒക്കെയാണ് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്യേണ്ടി വരും. പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നിങ്ങൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ ഏതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് ചൈ സ്ക്വയർ ടെസ്റ്റ്, കൊറിലേഷൻ, റിഗ്രഷൻ, അനോവ പോലുള്ള ടെസ്റ്റുകളിൽ ഏതെല്ലാം ടെസ്റ്റുകളാണ് നിങ്ങൾ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ റിസർച്ച് മെത്തഡോളജി പാർട്ടിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് സാമ്പിൾ ഡിസൈൻ. അതായത് ഡാറ്റ കളക്ഷൻ പർപ്പസിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത സാമ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആരാണ്, അതുപോലെ സാമ്പിൾ സൈസ് എത്രത്തോളമാണ്, പിന്നെ സാമ്പിളിംഗ് മെത്തേഡ്, ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ വരുന്ന മേജർ പാർട്ടാണ് ഫൈൻഡിങ്സ്. അതായത് സ്റ്റഡിയുടെ മേജർ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷന് 1-2 സെന്റൻസിൽ പറയാൻ വിധം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആൻഡ് ഫൈനലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈറ്റിൽ റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. അതായത് ഏത് ടോപ്പിക് ആണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാടധികം കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ കോൺസെപ്റ്റുകളൊക്കെ 1-2 സെന്റൻസിൽ പറയാൻ വിധം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തൊരു ടോപ്പിക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടുവേർഡ്സ് ഓൺലൈൻ ബാങ്കിങ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങുമായി റിലേറ്റഡ് ആയിട്ട് ധാരാളം കോൺസെപ്റ്റ്സുകൾ വരുന്നുണ്ട്. അതായത് മൊബൈൽ ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, UPI, സൈബർ സെക്യൂരിറ്റി പ്രാക്ടീസസ്, സൈബർ ഫ്രോഡ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ടൈറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ 1-2 സെന്റൻസിൽ നിങ്ങൾക്ക് പറയാൻ വിധം മനസ്സിലാക്കി വെക്കണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾ ഈ ഒരു വൈവ എക്സാമിൽ സക്സസ്ഫുൾ ആകും. അപ്പോൾ ഇതിൻ്റെ ഒരു PDF കൂടെ നമ്മുടെ അവൈലബിൾ ആണ്. അത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്ത് നമ്മുടെ PDF റെഫർ ചെയ്തോളൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ QR കോഡ് വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം. നമ്മുടെ ഈ ഒരു ചാനൽ പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ ആ ഒരു ലിങ്ക് ആക്റ്റീവ് ആകുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമ്മുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഗ്രൂപ്പിൻ്റെ QR കോഡ് ഞാൻ നമ്മുടെ വീഡിയോയിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ആ PDF റെഫർ ചെയ്തോളൂ. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുവാണ്. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇത്രയും കോഴ്സുകളുടെ ക്ലാസ്സസും അസൈൻമെന്റ്സും പ്രോജക്റ്റ് സർവീസസും നമ്മുടെ 90+ ടീമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആവശ്യമുള്ള സ്റ്റുഡൻസിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് DM ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Okay, so you are watching 90+ assist here and signing off.